Hello, good morning. Session 48. This is in continuation to what we discussed in the last class, the difference between or the transition from traditional grammar to modern grammar. We discussed that yesterday, and this is in continuation of that. We are going to the generative approach. Okay. Before we go into this, the generative grammar, we need to be speaking of why this has become a necessity, why this approach has become a necessity. അതുകൊണ്ട് ജനറേറ്റീവ് ഗ്രാമർ എന്ന് വിളിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഫലപ്രദമായിരിക്കുക ജനറേറ്റീവ് അപ്രോച്ച് എന്ന് വിളിക്കുന്നതാണ്. എനിവേ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ അല്ലെങ്കിൽ TG എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ദിസ് ഇസ് എ കോൺട്രിബ്യൂഷൻ, ദിസ് എ മേജർ കോൺട്രിബ്യൂഷൻ ഫ്രം നോം ചോംസ്കി. ഓക്കെ, ദാറ്റ് ഹാസ് ടു ബി റിമെമ്പേർഡ്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ കണ്ടതുപോലെ ട്രഡീഷണൽ ഗ്രാമർ, അതിൽ നിന്നുള്ള മോഡേൺ ഗ്രാമറിലേക്കുള്ള ട്രാൻസിഷൻ, രണ്ടിനകത്തും പ്രവർത്തിക്കുന്ന ലോജിക്ക്, മോഡേൺ ഗ്രാമർ ഇതിൻ്റെ ലോജിക്കിൻ്റെ കൊടുക്കുന്ന ഒരു വിശദീകരണം, ഒരു എക്സ്പ്ലനേഷൻ, ഹൗ ദിസ് ഈസ് മോർ സെൽഫ് എക്സ്പ്ലനേറ്ററി, ഇങ്ങനെയുള്ള ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം വരുമ്പോൾ ഒരു ഫോറിൻ ലാംഗ്വേജ് ലേണറെ സംബന്ധിച്ചിടത്തോളം ഇത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആശയക്കുഴപ്പം എന്താണ്, ഏത് തരത്തിലുള്ള ഗ്രാമറാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു ആവശ്യമേ ഇല്ലാത്തതാണ്, ഒരു സാധ്യതയെ അവിടെ ഇല്ലാത്തതാണ്. കാരണം മോഡേൺ ഗ്രാമർ ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അതിൻ്റെ ഏറ്റവും ഒരു പീക്ക് ആയിട്ടുള്ള ഒരു ലെവലിൽ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ വരുമ്പോഴത്തേക്കും വി ക്യാൻ അനലൈസ് ഓൾമോസ്റ്റ് എനി സെൻറ്റൻസ് and we can analyze it and interpret it into its minute details എന്നുള്ള ഒരു സാധ്യത വരുന്നു. ഇപ്പോൾ ട്രഡീഷണൽ ഗ്രാമറിന് ഇല്ലാതിരുന്ന ഒരു പ്രശ്നം, ഇതിനെ ചില സമയത്ത് അത് ഒരു ഫോർമലായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, ചില സമയത്ത് ഫങ്ഷണലായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്സിന്, ചില സമയത്ത് അതിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ചില സമയത്ത് അതിൻ്റെ പ്രവൃത്തിയുടെ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുകയും അങ്ങനെ ഒരു തരത്തിലുള്ള മിക്സ്ഡ് ക്രൈറ്റീരിയ ഉണ്ടാവുകയും ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നാം വളരെ ലളിതമായി കരുതുന്ന ട്രഡീഷണൽ ഗ്രാമർ യഥാർത്ഥത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ നമ്മളൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇത് നൗൺ എന്നുള്ളതിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതൊരു ഡെഫിനിഷൻ്റെ കാര്യത്തിലും ട്രഡീഷണൽ ഗ്രാമറിൽ ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ട്രഡീഷണലി വെൻ യു സ്പീക്ക് ഓഫ് എ വേർബ്, you are defining a verb traditionally as a word that shows action, എന്നുള്ളതാണ് നമ്മുടെ ഒരു ട്രഡീഷണൽ ഗ്രാമറിൽ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് applicable in a few cases, that is true, but that is not true in all the cases. ഇവിടെ if you say a sentence like this, she cooks her dinner. Actually, there is no problem with this, because this is the word which is a verb. She cooks her dinner. Cooks is the verb because that shows action. This is as per as the traditional definition goes, that is correct. Okay, but suppose you have a sentence like she died yesterday. Okay, or say you have a sentence like she has pain. There is a problem. The problem is your definition doesn't suit these verbs. In fact, these are verbs. She died yesterday actually doesn't suggest that she did something to die yesterday. ഒരു ആക്ഷനെ കാണിക്കുന്ന വാക്കാണ് verb എന്ന് നിർവചനം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇവിടെ ഇതൊരു ആക്ഷനെ കാണിക്കുന്നില്ല. She didn't do anything to die yesterday. അപ്പോഴത് it doesn't show any action on her part, on the part of the subject. അപ്പോൾ ആ ഡെഫിനിഷൻ ഇൻകംപ്ലീറ്റ് ആകുന്നു. അല്ലെങ്കിൽ ഷീ ഹാസ് പെയിൻ, ഇറ്റ് ഷോസ് എ കണ്ടീഷൻ ദറ്റ് ഷീ ഹാസ്, ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഷീ ഫൈൻഡ്സ് ഹെർസെൽഫ് എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോഴും അവിടെയും അതൊരു ആക്ഷനെ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇറ്റ്സ് എ വേർഡ് ദറ്റ് ഷോസ് ആക്ഷൻ എന്നുള്ളത് ഈ ഒന്നാമത്തെ എക്സാമ്പിളിനെ സംബന്ധിച്ച് മാത്രം വാലിഡാണ് എന്ന് വരുന്നു. അപ്പോൾ വി നീഡ് എ ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷൻ. അവിടെയാണ് മോഡേൺ ഗ്രാമറിൽ വി ആർ എക്സ്പ്ലെയിനിങ് ഇറ്റ് ആസ് ഇറ്റ്സ് എ വേർഡ് which is acting in the sentence. Okay, it is only acting unit in the sentence. The verbal എന്ന് പറയുന്നത് ഒരു വാചകത്തിലെ ആക്ടിംഗ് ആയിട്ടുള്ള ഒരേ ഒരു യൂണിറ്റ് ആണ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഇറ്റ് ഇസ് ഓൺലി വേർഡ് വിച്ച് അണ്ടർഗോസ് ചേഞ്ചസ്.
according to the changes in number, according to the changes in tense. This is the only word which undergoes changes. ഓക്കെ, ഫ്രം പ്രസൻറ്റ് ടു പാസ്റ്റ് ആൻഡ് പാസ്റ്റ് ടു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഓക്സിലറീസിൻ്റെ കൂടെ ഇങ്ങനെ പലതരത്തിലുള്ള ട്രാൻസിഷൻസ് നടക്കുന്ന ഒരു വാചകത്തിലെ ഒരേ ഒരു യൂണിറ്റ് വേർബ് മാത്രമാണ്. വി വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ വ്യാകരണ സങ്കല്പങ്ങളെ കൂടുതൽ ലളിതമാക്കുകയാണ് മോഡേൺ അപ്രോച്ചസ് എന്നുള്ളതാണ്. പക്ഷേ ട്രഡീഷണൽ അപ്രോച്ചിനെ പഠിച്ചു വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മോഡേൺ അപ്രോച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. സോ ലെറ്റ് us have a sentence here. If we have a simple sentence like John likes beautiful paintings, we have a simple explanation for this, like John is the subject here and likes is the verb here and beautiful paintings is the object here. That solves the problem for us. Okay, അതൊരു സാമ്പ്രദായികമായിട്ടുള്ള ഒരു കട്ടിംഗ് ആയിട്ട് അത് തീർന്നിരിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള, വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു ലെവലിൽ ഈ ഒരു വാചകത്തെ ഇത് ഗ്രാമാറ്റിക്കലി അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഡീപ്പർ സ്ട്രക്ചറുകളെ അത് വിശദീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു ഡീപ്പർ സ്ട്രക്ചർ, ഫർദർ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇതേ രീതിയിലുള്ള മറ്റു വാചകങ്ങളെ സൃഷ്ടിക്കാൻ തക്കതായ ശേഷിയുള്ള ഒരു ഡീപ്പർ സ്ട്രക്ചർ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഈ ഒരു വിശദീകരണം, ഇറ്റ് ഇസ് ആൻ SVO സെൻറ്റൻസ് എന്നുള്ളൊരു വിശദീകരണം നമുക്ക് തരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ വി നീഡ് എ ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്. ദാറ്റ് എക്സ്പ്ലനേഷൻ വിൽ ഹാവ് ഡിഫറെൻറ്റ് നെയിമിംഗ് ക്രൈറ്റീരിയ. ഓക്കെ, ഇതിനെ പുതിയ പേരുകളിൽ നമുക്ക് ഇതേ വാചകത്തിൻ്റെ തന്നെ വീണ്ടും അപഗ്രഥിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് ജോൺ എന്നുള്ളത് ഒരു നൗൺ ഫ്രേസ് ആയിട്ട് നമുക്ക് കാണേണ്ടി വരുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടിങ് ദ നൗൺ ഫ്രേസ് ഇൻ എ സെൻറ്റൻസ് എന്ന് കാണണം. ലൈക്സ് എന്നുള്ളത് ഒരു സിംഗിൾ വേർബ് എന്നുള്ളതിലും ഉപരി ഇറ്റ്സ് എ വേർബൽ ഐറ്റം, it's a verbal unit which still can undergo changes, which can transform, which can undergo a kind of transformation എന്നുള്ളത് അംഗീകരിക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു NP യൂണിറ്റ് എന്ന് പറയുന്ന ഒരു നൗൺ ഫ്രേസ് അവിടെ വരുന്നു എന്നുള്ളതും നമ്മളതിനെ കാണുന്നു. ഇങ്ങനെ വരുമ്പോൾ യു ക്യാൻ ജനറേറ്റ് എ സീരീസ് ഓഫ് സെൻറ്റൻസസ് ഇൻ ദ സെയിം പാറ്റേൺ. അതിലുപരിയായി ദിസ് ആക്ച്വലി എക്സ്പ്ലെയിൻസ് ഹൗ എ സെൻറ്റൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൻ NP പ്ലസ് VP എന്നുള്ളത്. ആൻഡ് ദിസ് VP ഈസ് എ വേർബൽ പ്ലസ് ആൻ NP എന്നുള്ള ഒരു സ്പെസിഫിക് എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകുവാൻ ഈ ഒരു അപ്രോച്ചിന് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഇവിടെ ഗുരുതരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കുന്നത് ഈ പ്രൈമൽ കോൺസെപ്റ്റ്സിൻ്റെ കാര്യത്തിലാണ്. ഓക്കെ, ഈ കോൺസെപ്റ്റിനെ നമ്മൾ ഫോർമലായിട്ടല്ല അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഒബ്ജക്റ്റീവായിട്ടല്ല അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഇത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ഓക്കെ, അതായത് വാക്കുകളുടെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, വാക്കുകൾ എടുക്കുന്ന ഒരു വാചകത്തിൽ ഒരു പ്രത്യേക വാക്ക് എടുക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയേണ്ടതാണ്. അങ്ങനെ വിശദീകരിക്കുമ്പോഴാണ് ഗ്രാമറിലെ ഓരോ യൂണിറ്റിൻ്റെയും വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള, തൃപ്തികരമായിട്ടുള്ള വിശദീകരണങ്ങൾ നമുക്ക് കിട്ടുന്നത്. അത്തരത്തിൽ വിശദീകരണങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ഒരു വാചകത്തിലെ എല്ലാ യൂണിറ്റിനെയും ഇത്തരത്തിൽ വിശദീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ വ്യാകരണപരമായി അതുപോലെ തന്നെ അർത്ഥപരമായും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാചകത്തിൻ്റെ നിർമ്മിതിയിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. സോ വി ഗോ ടു വാട്ട് വി ഹാവ് സ്റ്റാർട്ടഡ് ഡിസ്കസിങ്, ദ ജനറേറ്റീവ് അപ്രോച്ച്. ഓക്കെ, ഇൻ മോഡേൺ ഗ്രാമർ വാട്ട് ഈസ് ദ ജനറേറ്റീവ് അപ്രോച്ച് ആൻഡ് വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് ഈസ് ഗിവിങ് അസ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാവുന്നത്. Let's look at this. Okay, suppose we are capable of writing a sentence. Okay, we all will be capable of writing sentences, making sentences. ഒരു വാചകം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു അർത്ഥത്തെ വെച്ചുകൊണ്ട് നമുക്കൊരു വാചകത്തെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുമെന്നുള്ള. Let us have an example here. We have a sentence, say John likes being the leader. Okay, we are writing a sentence. John likes being the leader. Okay, here we have
again we use the traditional criteria. John as a subject and likes as a verb, and being the leader as an object. Okay, so we are perfect with this particular explanation here. And if we have this structure, and if we understand the interrelations between the parts of this structure, we can generate a series of similar structures which will be correct. അതായത് ഈ ഒരു വാചകം ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ ഇതിനകത്തുള്ള വാക്കുകളുടെ, ഇതിനകത്തുള്ള യൂണിറ്റുകളുടെ ഇൻ്റർ റിലേഷൻസ് കറക്റ്റ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ജോൺ എന്നുള്ളത് സിംഗുലർ ആണ് എന്നുള്ളത് കൊണ്ട് വി ആർ യൂസിങ് എ സിംഗുലർ വേർബ് എന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ കോൺകോഡ് ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് വി ആർ യൂസിങ് എൻ അഡീഷണൽ എസ് ടു ദ വേർബ് ലൈക്ക്, ജോൺ ലൈക്സ് എന്ന് വരുന്നത്. ഓക്കെ, ആൻഡ് ബീയിങ് ദ ലീഡർ, സ്റ്റിൽ വി ഗോ a little deeper into this. What is this being the leader? We call it as an object part. The structure of the sentence is, of course, SVO, with no further confusions there or complexities there. It's an SVO sentence. But what is this being? Being is a present participle there. Okay. ഈ വാചകത്തിൻ്റെ അർത്ഥം ഒരു ലീഡറായി ഇരിക്കുന്നത് ജോണിന് ഇഷ്ടമാണ് എന്നാണ്. Okay, so we are using a present participle and the leader. Okay, the leader is a noun there. Okay, so ലീഡറായിരിക്കുന്നത് ജോണിന് ഇഷ്ടമാണ് എന്നൊരു സെൻറ്റൻസ് നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റായ ഒരു ഫോർമാറ്റിൽ ജനറേറ്റ് ചെയ്യുന്നു. If this is grammatically correct, the further statements that we are modeling on this particular pattern will be equally correct എന്നാണ് ജനറേറ്റീവ് ഗ്രാമർ പറയുന്നത്. Let us see how it is working. Okay, say John likes, this one we convert it into leadership. That will be equally correct like the first sentence. John likes leadership because being the leader is leadership. Okay, we convert that into a single word, and that is again occupying the same position, and it still remains the object there. Okay, John likes what? John likes leadership. Okay, or John likes to be the leader. We are using an infinitive construction here instead of a participle construction, but still this is equal to being the leader. So John likes to be the leader. He wants to be the leader. He loves to be the leader. Okay, what he likes is leadership. So to be, the infinitive form is replacing the participle form here. It still remains the object. The entire unit still remains the object. We can generate a series of sentences from the first sentence like this. Okay, so this has two advantages. ഇങ്ങനെയുള്ള ഒരു ജനറേഷന് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, നമുക്ക് നിലവിലുള്ള ഒരു പാറ്റേണിൽ നിന്നും ഫർദർ പാറ്റേൺസ് ഉണ്ടാക്കിയെടുക്കാം, ഫർദർ സാമ്പിൾസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്, ഇറ്റ് ഓൾവേസ് എക്സ്പ്ലെയിൻസ്, നമ്മളിവിടെ ചെയ്തതുപോലെ ഇറ്റ് ഓൾവേസ് എക്സ്പ്ലെയിൻസ് ദ ഇൻ്റർ റിലേഷൻ ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ആൻഡ് ഹൗ ഈച്ച് യൂണിറ്റ് ഈസ് ജസ്റ്റിഫൈഡ്. ഒരു വാചകത്തിനകത്തെ ഓരോ വാക്കിൻ്റെയും ഗ്രമാറ്റിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ സാധ്യമാക്കുന്നു, അത് എക്സ്പ്ലിസിറ്റ് ആക്കുന്നു, സ്പെസിഫിക് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു ജനറേറ്റീവ് അപ്രോച്ചിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മുൻപൊരിക്കലും നമുക്ക് സാധ്യമാകാത്ത വിധത്തിൽ ഒരു വാചകം, അതിലെ വ്യാകരണ ഘടന എന്നുള്ളത് വളരെ സുതാര്യമാകുന്നു, വളരെ ട്രാൻസ്പെറൻ്റ് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, വി വിൽ ഗോ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് ആസ് വി പ്രൊസീഡ് വിത്ത് TG Grammar later. Okay, thank you.